ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ പതിവ് പോലെ തന്നെ പറയണം. അപ്പോൾ ഡേ വ്ളോഗ് 2-3 ദിവസമായിട്ട് പെൻഡിങ് ആയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, പീരീഡ്സ് ആണ്. അപ്പോൾ അറിയാമല്ലോ, പീരീഡ്സിൻ്റെ ആ ഒരു 2 ദിവസം നമ്മുടെ കെട്ടപ്പകയാണെന്ന് അറിയാമല്ലോ. പിന്നെ നമ്മുടെ ഓട്ടവും ചാട്ടവും കാര്യങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കുഴഞ്ഞു പോകും. ഞാൻ പീരീഡ്സിൻ്റെ ഡേറ്റിലൊന്നും 2 ദിവസമൊന്നും എക്സസൈസ് ചെയ്യാറില്ല കേട്ടോ. അപ്പം മോന് ഞാനും കൂടി ഇല്ലാത്തതാണ് ഭയങ്കര മടുപ്പാണ് എക്സസൈസ് ചെയ്യാൻ. അപ്പോൾ 54.6 ആയിട്ടുണ്ട് അവൻ, മാഷാ അള്ളാ. അങ്ങനെ 3-3.5 കിലോയുടെ ലോസ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ മോന്. ഹാപ്പിയാണേ. പിന്നെ നമ്മൾ കൊടുത്ത വാഗ്ദാനവും കൂടെ ഉള്ളത് കൊണ്ടാണ് അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി. അപ്പോൾ ഇന്ന് ഒരു മടി പിടിച്ച ദിവസമാണ്, സത്യം പറഞ്ഞാൽ ഒന്നിനും കഴിയാത്ത ദിവസമാണ്. നമുക്കറിയാമല്ലോ, ആ ഒരു 2 ദിവസത്തെ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് എല്ലാവരെയും പോലെ നമുക്കൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. ചെറുതിനോടും വലുതിനോടും എല്ലാവരോടും ദേഷ്യം തോന്നുന്ന അങ്ങനെയൊക്കെ ഉള്ളവരുടെ കമൻറ്റ് ചെയ്യണം, പ്രത്യേകിച്ച് ഡയറ്റും കൂടെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ആ പീരീഡ്സിൻ്റെ വേദനയൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലൊരു റെമഡിയാണ് നല്ല പോലെ വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുകയും പീരീഡ്സ് കറക്റ്റ് ആക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ബോഡി കാണിച്ചു തുടങ്ങും കേട്ടോ. അപ്പോൾ അതിലൊരു ഏറ്റവും വലിയ വേദനയും ബുദ്ധിമുട്ടും കുറയുക എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്നാലും നമുക്ക് ആ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര, ആ 2 ദിവസം നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. എവിടെയെങ്കിലും പോകാനാണെങ്കിലും പിടിക്കാനാണെങ്കിലും. അപ്പോൾ എൻ്റെ കെട്ടിയവൻ പറയും, പുറത്തോട്ട് ഇറങ്ങ്, അല്ലാതെ ഇവിടെ ഇരുന്നാൽ നീ ഒന്നിനൊന്നിന് പ്രാന്താകത്തേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വെളിയിലോട്ടെങ്കിലും ഇറങ്ങിയിട്ട് വാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കും കേട്ടോ. അതിന് അറിയാം ഞാൻ അകത്തിരുന്നാൽ എൻ്റെ കാര്യം പോക്കാന്നറിയാം. എന്നാലും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. എനിക്കെന്തോ എപ്പോഴത്തെ പോലെ അല്ല, ഇന്ന് ഭയങ്കര ടയേർഡായിപ്പോയൊരു ദിവസമാണ്. എന്നാലും നമ്മൾ അതിനെയൊക്കെ മറിച്ച് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാലും തട്ടിക്കൂട്ട് പരിപാടികളാണ്. അപ്പം മോൻ സ്കൂളും കൂടെ ഇല്ലാത്തതുകൊണ്ട് അവരുടെ സ്കൂളിൽ ഞങ്ങൾ പറയും, ജസ്റ്റ് ഒന്ന് ഒരു മഴ കണ്ടാൽ അവധിയാന്ന് പറയും. ആ ഒരു സിറ്റുവേഷനാണ്. അവർക്ക് ദസറ ആഘോഷമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ, ഒരുപാട് പിള്ളേരുടെ കലാപരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവധിയാണ്. അതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ അവധി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ആഴ്ച സ്കൂളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ന് രാവിലെ വറുത്തരച്ച മുട്ടക്കറിയാണ് വെച്ചത്. സവാളയ്ക്ക് നല്ല തീ പിടിച്ച വില ആയതുകൊണ്ട് ഒരു സവാള മാത്രം മതി. മറ്റേ സവാള കറി വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര മടുപ്പാണ്. അപ്പോൾ എനിക്കും മോനിക്കും ഉള്ളത് കറിയിൽ ഇടാതെ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. രാവിലെ വെയിറ്റ് കണ്ട സന്തോഷത്തിലാണ് അവൻ. അപ്പം അങ്ങനെ വെയിറ്റ് കണ്ട സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ വെള്ളമൊക്കെ കുടിച്ച് അവൻ മദ്രസയിൽ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ പഠിത്തമില്ലെങ്കിലും മദ്രസയിൽ പോകണമല്ലോ. അങ്ങനെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ കാര്യങ്ങളിലൊക്കെ ആള് ഉഷാറാണ്, മാഷാ അള്ളാ. അങ്ങോളം അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നല്ല ഒരു ഇതിലാണ് നമ്മൾ. എന്താ പറയാ, ഇപ്പോഴത്തെ ഇത് ഞങ്ങൾ പറയും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോടാ. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് പോയി കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ആശാൻ വീട്ടിലുള്ള ചുറ്റിക്കറങ്ങലല്ലാതെ ഇങ്ങോട്ടും ഉള്ളൊരു പോക്കില്ല. അങ്ങനെ രാവിലെ നമ്മുടെ മുട്ടക്കറിയും അതുപോലെ തന്നെ ഇടിയപ്പവും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ഈ ചെറിയവനെ ഞാൻ തിന്നാൻ കൊണ്ട് വെച്ചപ്പോൾ തന്നെ അവൻ എന്നെ ഇട്ട് വട്ടാക്കാനായിട്ട് സെറ്റ് തൂക്കുന്നു. എന്തൊക്കെയാണ് ആ പറയുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ പോയി 5-6 ബദാമും എടുത്തുകൊണ്ടുള്ള നടപ്പായിരുന്നു. അങ്ങനെ ബദാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എടുത്ത് തിന്നാൻ പറ്റത്തില്ല കേട്ടോ. എടുത്ത് തിന്നുന്നതിൻ്റെ ഇരട്ടി നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാനത് കയ്യിലെടുത്ത് വെച്ചിരുന്നതാണ്, പേടിച്ചിട്ട് ഞാൻ തിരിച്ചു വെച്ചേച്ച്. അങ്ങനെ അവൻ മദ്രസയിൽ നിന്ന് വന്ന് അവനിക്ക് ഇടിയപ്പവും മുട്ടക്കറിയും കൊടുത്തു. അപ്പോൾ 3 ഇടിയപ്പവും ഇന്ന് മദ്രസയിൽ പോയി വന്ന ആ ഒരു ഇതുകൊണ്ട് ഇടിയപ്പവും മുട്ടക്കറിയും കണ്ടപ്പോഴത്തേക്കും അവൻ അത് മതി എന്ന് പറഞ്ഞു. കാര്യം ആ ഒരു മുട്ടക്കറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ സവാളയും തക്കാളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ചെയ്യത്തില്ല, അതിന് ശേഷം നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കയറി അവിടെ നമ്മുടെ കൊറിയറിനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഗീവ് അവേ ഉണ്ട്. നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവർക്കായിട്ട് ഒരു ഗീവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം എഴുതിയൊക്കെ വെക്കുകയാണ്. അപ്പോൾ കുറേ തുണിയുണ്ടായിരുന്നു കഴിയാൻ. 2 ദിവസമായിട്ട് തുണിയൊന്നും കഴിയിട്ടില്ല. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണേൽ പറയാം. അതുകൊണ്ടിട്ട് തന്നെയാണ് വീഡിയോ പോലും എടുക്കാൻ മടിച്ച് നിന്ന്. അപ്പോൾ ഇക്ക പറഞ്ഞു, നീ അത് എടുക്കുക, അപ്പം നിങ്ങൾക്ക് ആ ഒരു മടിയൊക്കെ മാറും. അങ്ങനെ തുണിയൊക്കെ കൊണ്ട് വിരിച്ച് കുറച്ച് നട്ട്സ് എടുത്ത് ഞാൻ അവനിക്കും കൊടുത്തു, ഞാനും കഴിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ടാണ് സ്മൂത്തി എടുത്തത്. മടി പിടിച്ചാൽ പിന്നെ അങ്ങോളം മടിയാണ്. പിന്നെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മാത്രമേ ഞാൻ ആ ഒരു ഇത് മാറത്തുള്ളൂ. അപ്പോൾ 2 ദിവസം കൊണ്ട് ഒരാൾ എൻ്റെ പുറകെ നടന്ന് പറയുന്നുണ്ട്, നീ പുറത്തോട്ട് ഇറങ്ങുമോ, ഇല്ലെങ്കിൽ ശരിയാവൂല. അറിയാം എൻ്റെ സ്വഭാവം. അപ്പം ഡയറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാട്ടോ എനിക്കിപ്പോൾ ഈ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നാൽ. മറ്റേത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പം അതൊക്കെ മാഷാഅല്ലാഹ് നല്ല മാറ്റം വന്ന്. അങ്ങനെ ഓടിയാലും നമ്മുടെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. ഒരാൾ പുറത്തോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരുങ്ങി നിൽക്കണേന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ തീർത്തിട്ട് നമ്മുടെ പോസ്റ്റൽ അയക്കാനുള്ളത്, അപ്പോൾ പോസ്റ്റൽ അയക്കാനുള്ള DTDC അയക്കാനുള്ളതൊക്കെ സെപ്പറേറ്റ് ആണ്. DTDCയുടെ പയ്യന്മാർ വന്നെടുക്കും കേട്ടോ.
പോസ്റ്റല് നമ്മൾ ഹോം ഡെലിവറി ഇല്ലാത്ത ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾ DTDCയിൽ അയക്കത്തില്ല. അപ്പൊ അവർക്ക് പോസ്റ്റല് തന്നെ അയച്ചു കൊടുക്കും. കാര്യം പ്രായമായവരും അതുപോലെ തന്നെ കളക്ട് ചെയ്യാൻ ആരും ഇല്ലാത്തവരൊക്കെ ചിലത് DTDC ചെന്ന് വാങ്ങിക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അയക്കാൻ പോകണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പൊടിക്കലും കാര്യങ്ങളും ഒക്കെ നമ്മളൊരു കടയിലേക്ക് ഒരു കട മുറി സെറ്റ് ചെയ്ത് അവിടെ ചെയ്യാനൊക്കെ ഉള്ള പ്ലാനാണ്. അപ്പൊ ഒരുപാട് പേര് വീട്ടിലൊക്കെ വന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പൊ അവർക്ക് എളുപ്പമാവുമല്ലോ എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ദേ നമ്മുടെ സ്മൂത്തി റെഡി ആക്കിയിട്ടുണ്ട്. ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ കുറേ ആശ്വാസമാണ് കേട്ടോ. അത് കുടിച്ചില്ലേ, ഇത് നമുക്ക് കഴിക്കുന്നവർക്ക് അറിയാം, ബ്രേക്ക്ഫാസ്റ്റിന് മാറി ഇത് കുടിച്ചില്ലേ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് കിടക്കാൻ. അപ്പൊ ഇന്ന് നല്ല കൊച്ചു മത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നല്ല നെയ്യ് വെക്കുന്ന സമയമാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ അത് മാങ്ങായും കുറച്ച് കാന്താരിയൊക്കെ ഇട്ട് തേങ്ങ പറിച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാനും എടുത്ത്. പക്ഷെ നല്ല ടേസ്റ്റി ആയിരുന്നു. സാധാരണ കൊച്ചു മത്തി കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഇത് എന്താണെന്നറിയില്ല, ഇന്നൊരു വല്ലാത്ത രുചിയായിട്ട് പോലെ തോന്നി. അപ്പൊ ഇപ്പൊ ഈ നെയ്യ് വെച്ച് വരുന്ന സമയത്തല്ലേലും മീനൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റി ആണല്ലോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ 2 മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അതെടുത്ത് കടുക് മാങ്ങായ ഇട്ട് അപ്പം തീ പിടിച്ച മാങ്ങയ്ക്ക് സവാളക്കൊക്കെ നല്ല വില കൂടിയിട്ടുണ്ട് കേട്ടാ. തീ സത്യം പറഞ്ഞാല് 2 മാങ്ങ 1 കിലോയ്ക്ക് 140 രൂപ ഇപ്പം മാങ്ങാക്ക്. മാങ്ങ സീസൺ അല്ലല്ലോ. സീസണായി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് 2 മാവിൽ ഇഷ്ടംമാതിരി മാങ്ങ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇഷ്ടംമാതിരി ഉണക്ക് മിഴുക്കൊക്കെ ചെയ്തതാണ്. പക്ഷെ അച്ചാറിന് നല്ല ഓട്ടമായതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്കുന്നതൊക്കെ നിമിഷ നേരം കൊണ്ട് തീരും ട്ടാ. അങ്ങനെ ദേ നമ്മുടെ അച്ചാർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു നിമിഷ നേരം മതി ഈ ചട്ടിയിൽ കിടക്കുന്നത്. ഞാൻ പാത്രത്തിലോട്ട് പോലും മാറ്റാൻ നിൽക്കൂല. കാര്യം എന്താന്ന് വെച്ചാൽ അധികം എണ്ണയും കാര്യങ്ങളും ഉപ്പൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവിടെ എന്റെ ചെറിയവൻ പോലും അരിയുന്ന സമയം മുതൽ അത് തീർക്കുന്ന സമയം വരെ ചട്ടിയുടെ പരിസരത്തൊന്നും മാറൂല എന്ന് വേണേൽ പറയാം. അങ്ങനെ ഇന്ന് വേറെ വെജിറ്റബിൾസ് ഒന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ വയ്യാത്തതുകൊണ്ട് പുറത്തോട്ടൊന്നും പോകാനില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഒന്നും വാങ്ങിക്കാൻ പറ്റാഞ്ഞത്. അപ്പം വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കണം. ഇതൊരു എനിക്ക് തോന്നുന്നൊരു 2010, 11 ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു ഡ്രസ്സാണ്. എനിക്ക് ബോഡിയിൽ കയറത്തേ ഇല്ലായിരുന്നു. കുറെ നാളായിട്ട് കയറത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇന്ന് അതൊക്കെ എടുത്തിട്ട് നോക്കി. അപ്പൊ എൻ്റെ ഇഷ്ട കളർ ആയതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ആർക്കും കൊടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറെയൊക്കെ എല്ലാവർക്കും പെറുക്കി കൊടുത്ത്. സങ്കടമാണെങ്കിലും വെച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് എല്ലാം പെറുക്കി കൊടുത്തത്. അപ്പൊ മാഷാ അള്ളാ ഇതൊക്കെ കൊടുക്കാഞ്ഞത് ഭാഗ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എൻ്റെ ഇഷ്ട കളർ ആയതുകൊണ്ടിട്ട് തന്നെയാണ് ഞാനിത് കൊടുക്കാഞ്ഞ. അപ്പൊ അങ്ങനെ ഞങ്ങളിത് പുറത്തോട്ട് പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ചോറൊക്കെ കഴിച്ച് സെറ്റായി. അപ്പൊ ഇന്നൊരു ഷുഗർ ക്രേവിങ്സ് ഉണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോണത്. അത് എല്ലാവരും ചോദിക്കാറുണ്ട് ഹെൽത്തി ആണെന്ന്. നമുക്ക് ഡൈജസ്റ്റിനെയൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് കരിമ്പ് ജ്യൂസ്. അതിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാതെ ആണ് അത് നമുക്ക് തരുന്നത്. അതിൻ്റെ ആ ഒരു നാച്ചുറൽ സ്വീറ്റ്നെസ് ആണ് നമ്മൾ കഴിക്കുന്നത്. പ്രശ്നമില്ല. പിന്നെ ഡെയിലി ഒന്നും ആവാതിരിക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഷുഗർ ക്രേവിങ്സ് വരുന്ന സമയത്ത് അത് ഡേറ്റ്സ്, അതുപോലെ പൈനാപ്പിൾ അതൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഒരുപാട് സംശയങ്ങളൊക്കെ ഇനിയും ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാ വീഡിയോസും ഇനി മാക്സിമം ഇനിയിപ്പോൾ ഈ മാസം കടമ്പ കഴിഞ്ഞതുകൊണ്ട് ഈ മാസം ഫുൾ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതെല്ലാവരും കൂടെ പോയി കരിമ്പൊക്കെ ജ്യൂസ് കുടിച്ച് പുറത്ത് പോയാൽ അതൊരു ക്ഷീണമാറ്റം കുടിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. മാഷാ അള്ളാ എൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.